ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നല്ല ചൂടുള്ള സമയത്ത് പ്രത്യേകിച്ച് എ സി ഒന്നും ഇല്ലാത്ത വീടുകളിൽ നമുക്ക് റൂമിൽ എങ്ങനെ എ സിയെ പോലെ അത്രക്കില്ലെങ്കിലും നല്ലൊരു തണുപ്പ് വരുത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായി വേണ്ടത് ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറാണ് കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ ഓട്സ് അങ്ങനെയൊക്കെ വാങ്ങുന്ന പാക്കുകളുണ്ടല്ലോ, അത്രയും കട്ടിയുള്ള പാക്കുകൾ അതുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും യൂസാണ് അതുകൊണ്ട്. അപ്പോൾ അത് ജസ്റ്റ് സൈഡൊന്ന് പൊട്ടിച്ചതാണ് മാത്രം, പിന്നെ അധികം പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സൈഡൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഓട്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒക്കെ നമ്മൾ പുറത്തൊരു ബോട്ടിലിട്ട ശേഷം ഇതുപോലെ ഒരു കവർ, അലൂമിനിയം ഫോയിലിൻ്റെ കവർ നമുക്ക് ഇതിന് യോജിച്ചവയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ തണുപ്പുണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. പേപ്പറിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇത്ര വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് കെട്ടുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഇതുപോലെ ഒരു ബണ്ണോ അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നന്നായി ടൈറ്റായി നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അത് നന്നായി ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഇതിപ്പോൾ സാധാരണ പച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രാത്രിയിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല തണുത്ത വെള്ളം എടുക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം. ഇനി ഐസായാലും കുഴപ്പമില്ല കേട്ടോ, ഐസിൻ്റെ കട്ടകളാണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇനി ഐസ് വാട്ടർ ആയാലും പ്രശ്നമില്ല, ചൂടുവെള്ളം ഉപയോഗിക്കരുതെന്ന് മാത്രം, നല്ല തണുത്ത വെള്ളം മാത്രം ഉപയോഗിക്കുക. എങ്ങനെ തണുത്ത വെള്ളം ഇതിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അത് സാധാ വെള്ളം മതി കേട്ടോ. ഈ വെള്ളത്തിലേക്ക് ഈ ഐസ് വെള്ളമോ അല്ലെങ്കിൽ ഈ ഐസിൻ്റെ പീസുകളോ ഇതുപോലെ ഒന്നിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത് വെക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ നേരെ ഫാനിൻ്റെ താഴെ ആയിരിക്കണം വെക്കേണ്ടത്. ഒരു കസാല ഇട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിൻ്റെ നേരെ താഴെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫാനൊന്ന് ഓണാക്കാം. അപ്പോൾ ഞാനിതാ ഫാനൊന്ന് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാനിൻ്റെ ഈ ചൂടുള്ള കാറ്റ് ഈ നേരെ ഈ വെള്ളത്തിലേക്കും അതുപോലെ തന്നെ ഈ ഐസിൻ്റെ പീസിലേക്കും വരും. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും അലിയില്ല ഐസിൻ്റെ പീസുകൾ. അപ്പോൾ ഇത് നന്നായി ഇത് രണ്ടും കൂടി ഈ പ്രോസസ്സ് നടക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ റൂമിൽ നല്ല തണുപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഡോറും കൂടി ഒന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു എ സിയുടെ അതേ ഫീലിംഗ്, ഒരു കൂളിംഗ് നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫാനിൻ്റെ നേരെ ചോട്ടിൽ വെക്കണം എന്നതാണ്. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു കൂളിംഗ് നിങ്ങളുടെ റൂമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഐസാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഐസ് വാട്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ റൂമിൽ നല്ലൊരു തണുപ്പ് അന്തരീക്ഷം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റും. അപ്പോൾ ഇതിപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം.